വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇരട്ടത്താപ്പുമായി കോൺഗ്രസ്. ഭീകര സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമി ചേർത്ത് പ്രവർത്തിച്ചെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ. 2013 സത്യവാങ്മൂലം നൽകിയത്. PFI, DHRM എന്നീ ഭീകര സംഘടനകളുമായി ചേർന്ന് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് സത്യവാങ്മൂലം ഇതിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ് കൊണ്ടുവന്ന ഈ പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്താക്കുന്നത് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഒരു വശത്ത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന, അത് മാത്രം ലക്ഷ്യമായി കണ്ട അള്ളാഹു എന്നുരുവിടുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി കിടഞ്ഞു ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് 2013 ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം ആദർശം പണയം വെച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് രാജീവ്? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്ന സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാം. അശ്വതി, കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ ഒരു ഭാഗമാണ് ഇത് സംബന്ധിച്ച നേതൃത്വം നൽകുന്നത് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പല പഞ്ചായത്തുകളിലും അതിനുള്ള പരസ്യമായ ശ്രമം തന്നെ നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് 2026 കടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് നിരന്തരം രംഗത്ത് വരുന്നത്. പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി മികച്ച സംഘടനയാണെന്നും പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ജമാഅത്തെ ഇസ്ലാമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2013 UDF സർക്കാർ തന്നെ നൽകിയ ഒരു സത്യവാങ്മൂലമുണ്ട് ഹൈക്കോടതിയിൽ. അന്ന് ആഭ്യന്തര വകുപ്പാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം എന്ന ആവശ്യമായിരുന്നു അന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. അവിടെയാണ് ആ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. PFI അതുപോലെ തന്നെ DHRM ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് സിമി നിരോധനത്തെ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിരുന്നു. മാത്രമല്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അത്തരമൊരു സന്ദേശം നൽകുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. അള്ളാഹു മാത്രമാണ് ഏക ദൈവം, മറ്റ് ദൈവങ്ങളൊന്നുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നുമല്ല. കൃത്യമായി ആഭ്യന്തര വകുപ്പ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരമൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകുന്നത്. അന്ന് ആഭ്യന്തര വകുപ്പ് ഈ ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കൂടി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സത്യവാങ്മൂലം നൽകുന്നത്. അതായത് സർക്കാരിന് മാത്രമായി ഒരു സത്യവാങ്മൂലം നൽകാൻ കഴിയില്ല. UDF സർക്കാർ നൽകുമ്പോൾ അത് സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കൂടി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് സത്യവാങ്മൂലത്തിലുള്ളത്. 97 പുസ്തകങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ 14 പുസ്തകങ്ങളും രാജ്യവിരുദ്ധമാണ് എന്നും ഈ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതായത് നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എന്തൊക്കെയാണോ അതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് 2013 ഇത്തരമൊരു സത്യവാങ്മൂലം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്നത്. അള്ളാഹു എന്ന ഏകദൈവം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരമമായ ലക്ഷ്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന ഇൻ്റലിജൻസ് ഉൾപ്പെടെ നൽകിയ ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സത്യവാങ്മൂലം അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇപ്പോഴെന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് തന്നെ രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനുവേണ്ടി തീവ്ര മുസ്ലിം സംഘടനകളുമായി യോജിച്ചു പോകാനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുമ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഈ സത്യവാങ്മൂലം ഏറെ ചർച്ചയാകുന്നത്. അശ്വതി, തീർച്ചയായും രാജീവ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ സ്തുതിക്കുന്ന VD സതീശൻ കോൺഗ്രസിന്റെ അപജയം അല്ലെങ്കിൽ
യെസ്, രാജീവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഷോൺ ജോർജ് ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ആദർശം അത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ ഒരു ഭീകര സംഘടനയുമായി ചേർന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ആ ഒരു തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതേ വി ഡി സതീശന്റെ കോൺഗ്രസ് ആണ് 2013 ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കോൺഗ്രസ് അപജയത്തെ? ഇപ്പോഴത്തെ നിലപാട് എന്തു വിധേനയും അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ പോളിസി തന്നെയാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചത്. ആ രാഹുൽ ഗാന്ധിയുടെ അതേ പാത പിന്തുടർന്ന് കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട്, ഇതിനെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, മുസ്ലിം ലീഗ്, ഇതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കാം. അതന്നെ മൂന്നായി കാണേണ്ട കാര്യമില്ല. ഐഡിയോളജി എന്ന് പറയുന്ന ഈ മൂന്ന് സംഘടനകളുടെയും മതരാഷ്ട്രമാണ്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി, ഇസ്ലാമിക് സ്റ്റേറ്റായി കൺവേർട്ട് ചെയ്യണമെന്ന് 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക മതരാഷ്ട്രമാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന, തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതിനൊക്കെ പേര് പലതാന്നുള്ളത്. ഇറ്റ്സ് ഓൾ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ്. ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭരണത്തെ ശിഥിലമാക്കി സമാന്തരമായി ഇസ്ലാമിക് സ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, മതരാഷ്ട്രവാദം എന്ന ചിന്താഗതിയിൽ നിന്നും ആ മുദ്രാവാക്യത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമി പുറകോട്ട് പോകില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വി ഡി സതീശിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെയിലും കിടപ്പുണ്ടാവും. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ മതരാഷ്ട്രവാദം ഇല്ല. ഈ ഒരാഴ്ച മുമ്പാണ് അവരുടെ അമീർ പറഞ്ഞ മതരാഷ്ട്രവാദമുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്രയും പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? UDF ആണ്. UDFന്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചേ. ഞാൻ താമസിക്കുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 2 പേരാണ് UDFന്റെ സ്ഥാനാർത്ഥികളായി ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികൾ, അതായത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. SDP സ്ഥാനാർത്ഥിമാർ എത്രയോ സ്ഥലങ്ങളിൽ ഇവരുമായി അലയൻസിൽ പോയി. അപ്പൊ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ എത്രമാത്രം കൂടെ നിർത്താം. ഈ സമൂഹത്തിൽ പോപ്പുലേഷൻ വെച്ച് അവർ രാഷ്ട്രീയം കളിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ആന്റി നാഷണൽ കോൺഗ്രസ് ആണ്. ഇതിനെ ആന്റി നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാൻ പറ്റൂ. കാരണം രാജ്യം എന്നുള്ള സങ്കല്പത്തിന് യാതൊരു ഗൗരവവും കൊടുക്കാതെ രാജ്യത്തിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൈ കൊടുക്കുന്ന ഈ സമീപനത്തെ രാജ്യവിരുദ്ധ സമീപനമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനെ UDF എന്ന് പറയാൻ പറ്റില്ല, അതിനെ MDF എന്ന് പറയണം, മുസ്ലിം ലീഗ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ജാഥ, വി ഡി സതീശന് ജാഥ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സ്റ്റേജിലോട്ടൊന്ന് നോക്കൂ, അവിടെ മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരുമില്ല. ഘടകകക്ഷികളെല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള UDF മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനവും 7 പ്രധാനപ്പെട്ട വകുപ്പുകളും ഭരിക്കുന്നു. ആ 7 വകുപ്പുകൾ കേരളത്തിന്റെ 60% റവന്യൂ എക്സ്പെൻഡിച്ചർ കൈകാര്യം ചെയ്യുന്നു. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നതെന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ഇതര സമൂഹങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമില്ല. അത്തരം ഗുരുതരമായ വലിയ പ്രശ്നത്തിലേക്കാണ് കേരളം നടന്നു നീങ്ങുന്നത്. തീർച്ചയായും നിർണായക നിരീക്ഷണങ്ങളാണ് ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും കേരളത്തെ മറ്റൊരു തീവ്രവാദികളുടെ ചതുപ്പ് നിലമാക്കി മാറ്റാൻ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ തയ്യാറെടുക്കുന്നത് എന്നതാണ് ചോദ്യം. വളരെയധികം നന്ദി ശ്രീ ഷോൺ ജോർജ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമുക്കിനി നേരെ രാജീവിലേക്ക് പോകാം. രാജീവ്, നോക്കൂ, ഒരു കൈയിൽ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, വി ഡി സതീശൻ ആയിക്കോട്ടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു, മറുവശത്ത് തീവ്രവാദ പതാക പാറിക്കുന്നതിന്റെ അതേ സൂചനകൾ തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പണ്ട് കോൺഗ്രസ് പടിയടച്ച് പിണ്ടം വെച്ച മതമൗലികവാദ സംഘടനകളെ ഇത്ര കണ്ടങ്ങ് കെട്ടിപ്പിടിക്കുന്നത്? വോട്ട് ബാങ്ക് മാത്രമാണോ രാജീവ് ലക്ഷ്യം?
അശ്വതി, തീർച്ചയായും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമി CPM-യുമായാണ് ഒരു കാലഘട്ടത്തിൽ ചേർന്നതെങ്കിൽ പിന്നീടാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായി സഹകരിക്കാൻ തുടങ്ങിയത്. ആദ്യം കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും തള്ളിപ്പറയുകയല്ല ചെയ്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി CPM-യുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ CPM പറയുന്നു അത് തീവ്രവാദ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ അതേ സമീപനം തന്നെയാണ് തിരിച്ച് CPM സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും CPM-ഉം കോൺഗ്രസും ഇരട്ടത്താപ്പ് തന്നെ സ്വീകരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഈ വിഷയം 2013 ഭീകര സംഘടന ഇങ്ങനെയാണ് 2024, 25, 26 ആകുമ്പോഴേക്കും ആ സംഘടന തീർച്ചയായും അത് മതപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. VD സതീശന് ഈ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ വെള്ളപൂശാൻ കഴിയുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ശ്രീ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുമായും അവരുടെ രാഷ്ട്രീയ പാർട്ടി സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായും വളരെ അടുത്ത ബന്ധം, വളരെ വലിയൊരു സഖ്യമുണ്ടാക്കുകയും ആ രീതിയിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അത് പരസ്യമായ സഖ്യത്തിലേക്ക് മാറുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏത് വിധേനയും ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഏത് തീവ്രശക്തികളുമായും കൂട്ടുകൂടാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് VD സതീശൻ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടുകൾ മാറ്റി ഇന്ന് അതൊരു മികച്ച സംഘടനയാണ്, എല്ലാവരെയും ഒപ്പം ചേർത്ത് പോകുന്ന സംഘടനയാണെന്നൊക്കെ പറയുമ്പോൾ ഈ പഴയ നിലപാടുകൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണ്. മാത്രമല്ല തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഒരു വശത്ത് VD സതീശൻ വെള്ളപൂശുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുള്ളത്. അതായത് പഴയ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് പറയുമ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ ആ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏക ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ നിലപാടിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാക്കളും വ്യക്തമാക്കിയിട്ടില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ നിന്നും ഇതുവരെ ഒരു മാറ്റവും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല എന്നും നമുക്കറിയാം. സംഘടന മുന്നോട്ട് വെക്കുന്ന ആത്യന്തികമായ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അത് തന്നെ ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് മുന്നിലുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് മുന്നിലുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നതും 2013 കൊടുത്ത സത്യവാങ്മൂലം തന്നെയാണ്. വളരെ കൃത്യമായ ഇരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോഴും ആ റിപ്പോർട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. രാജ്യവിരുദ്ധ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി തന്നെ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നു. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല 97 പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ 14 രാജ്യവിരുദ്ധ പുസ്തകങ്ങളാണ്. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമുക്ക് അടുത്തിടെ പോലും കാണാൻ കഴിയും ബംഗ്ലാദേശിൽ ഭാരതത്തിനെതിരെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അതിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ നയപരമായ തീരുമാനങ്ങളിൽ പോലും ജമാഅത്തെ ഇസ്ലാമി കൈകടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യം പോലും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പെട്ട് കിടന്നു ശ്രമിക്കുന്ന ഒരു മതസംഘടന ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മതേതര സർട്ടിഫിക്കറ്റ് നൽകുകയാണല്ലോ ഈ VD സതീശൻ. അപ്പോൾ നാളെ തീർച്ചയായും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയും, അതായത് തീവ്ര നിലപാടുള്ള ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയും അധികാരത്തിലേറുക, അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള പോംവഴി. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ചത് 2026 പ്രബോധനം എന്ന മാസികയിൽ വളരെ കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ഭീകരവാദത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ്. അതേ സ്വഭാവം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെയും പിന്തുടരുന്നത്.
ചെയ്യുന്നത് അവിടുത്തെ ആശയങ്ങൾ അതേപടി ഇവിടേക്ക് കൊണ്ടുവരിക, അത് പരസ്യമായി പ്രസിദ്ധീകരിക്കുക, അതിനുശേഷം അത് പ്രചരിപ്പിക്കുക. ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് കൈമാറണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യമായി പ്രസിദ്ധീകരിക്കുക, ആ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക. അതായത് പഴയ നിലപാടിൽ നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് വി.ഡി. സതീശൻ ആവർത്തിക്കുമ്പോഴാണ് 2026 പോലും ഇത്തരമൊരു നിലപാട് നിലവിൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുൻ നിലപാടുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മാറ്റവുമില്ല. അവർ എവിടെയും പറഞ്ഞിട്ടില്ല തങ്ങളുടെ പഴയ നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടെന്ന്. അവരുടെ നിലപാടുകൾ എന്താണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലെത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ മറ്റ് മതവിഭാഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും എന്നൊക്കെ നമുക്ക് ദുഃഖത്തോടുകൂടി പറയേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അശ്വതി. രാജീവ്, ഈ കോൺഗ്രസ് ജമാഅത്ത് സഖ്യം, അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കാൻ കെൽപ്പുള്ള ഒന്നുകൂടിയല്ലേ? അശ്വതി, കേന്ദ്ര ഇന്റലിജൻസ് ആയാലും സംസ്ഥാന ഇന്റലിജൻസ് ആയാലും പല തവണയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ 2013 റിപ്പോർട്ടുകൾ മാത്രമല്ല, അതിനു മുൻപും പലതവണ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ഉൾപ്പെടെ വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. കൃത്യമായ അന്വേഷണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമുക്ക് തുറന്നു കാട്ടാൻ കഴിയുന്നതും. അപ്പോൾ നമ്മൾ മാത്രമല്ല ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ 2013 തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് മുന്നിലുണ്ട്. സർക്കാരുകൾ എന്ത് നടപടിയെടുത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് UDF മാത്രമല്ല LDF സർക്കാരിന്റെ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി ചേർന്നതുകൊണ്ടാണ് CPM പരസ്യമായി രംഗത്ത് വരുന്നത്. അതേസമയം തന്നെ CPM-നൊപ്പം നിൽക്കുന്ന സമയത്ത് കോൺഗ്രസും പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മാറി മാറി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾക്ക് ഇവിടെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത്. നമുക്കറിയാം PFIയുടെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മേഖലയായി കേരളം മാറിയത് എങ്ങനെ എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ, അതായത് PFIയുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഭീകരവാദത്തിന്റെ വിളനിലമായി കേരളം മാറുന്ന ഒരു സാഹചര്യം അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മാറി മാറി വന്ന ഇടത് വലത് മുന്നണികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൂടുതൽ തെളിയിക്കുന്നതാണ് ഈ പുറത്തു വരുന്ന രേഖകൾ. നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി നൽകിയ രേഖകൾ ഉൾപ്പെടെ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ജനറേറ്റീവ് അല്ല ഇത് പറയുന്നത്. കൃത്യമായി തന്നെ UDF സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി എണ്ണി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടപ്പാക്കുന്നത്, എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. DFIയാണ് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത്. ഓരോ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്തിന്റെ തീർച്ചയായും രാജീവ്, അത്തരത്തിലുള്ള ആശങ്കാജനകമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കോൺഗ്രസിന്റെയും V.D. സതീശന്റെയും ജമാഅത്ത് പ്രേമം കേരളത്തിന് സുരക്ഷയെ തന്നെയാണ് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്.